പ്രവാസ ലോകത്തെ വാർത്തകൾ. വിദേശ തൊഴിൽ സംവിധാനം പുനഃക്രമീകരിക്കാൻ പദ്ധതിയിട്ട് ജപ്പാൻ. ഇന്ത്യക്കാരുൾപ്പെടെ വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് കൂടുതൽ കാലം രാജ്യത്ത് തുടരാൻ അവസരമുണ്ടാകും. തൊഴിലാളി ക്ഷാമവും കുടിയേറ്റത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ആശങ്കയും സന്തുലിതമാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജപ്പാൻ വിദേശ തൊഴിൽ സംവിധാനത്തിൽ വലിയ മാറ്റം വരുത്താൻ പദ്ധതിയിടുന്നു. 2027 സാമ്പത്തിക വർഷം മുതൽ ആദ്യ 2 വർഷത്തിനുള്ളിൽ തൊഴിലാളികളുടെ എണ്ണം ഏകദേശം 4,26,000 സർക്കാർ പരിമിതപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് താമസിക്കുന്നത് തടയുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ ജപ്പാൻ വിദേശ തൊഴിലാളി നയം പുനഃപരിശോധിക്കുന്നതിനിടയിലാണ് ഈ തീരുമാനം. പ്രധാനമന്ത്രി സനെ തകായിച്ചിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് അവലോകനം. അതേസമയം പ്രായമാകുന്നവരുടെ എണ്ണം കൂടുന്നത് കാരണം ജപ്പാൻ ദീർഘകാല തൊഴിലാളി ക്ഷാമം നേരിടുന്നു. ഇതിന് മറുപടിയായി ടെക്നിക്കൽ ഇന്റേൺ പരിശീലന പരിപാടി നിർത്തലാക്കാനും എംപ്ലോയ്മെന്റ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന പുതിയ ചട്ടക്കൂട് സ്ഥാപിക്കാനും സർക്കാർ പദ്ധതിയിടുകയാണ്. കുറഞ്ഞ വേതനവും തൊഴിൽ രീതികളും കാരണം നിലവിലുള്ള സംവിധാനം വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. പുതിയ പരിപാടി പ്രകാരം വിദേശ തൊഴിലാളികളെ 3 വർഷത്തെ ജോലിക്ക് ശേഷം നിർദ്ദിഷ്ട സ്കിൽഡ് വർക്കർ പദവിയിലേക്ക് മാറാൻ പ്രോത്സാഹിപ്പിക്കും. ഈ മാറ്റം അവരെ കൂടുതൽ കാലം ജപ്പാനിൽ തുടരാൻ അനുവദിക്കും. നിലവിലുള്ളതും പുതിയതുമായ സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് ഏകദേശം 1.23 ദശലക്ഷം വിദേശ തൊഴിലാളികളെ സ്വീകരിക്കാനാണ് തീരുമാനം. കൂടുതൽ ചർച്ചകൾക്ക് ശേഷം ജനുവരിയിൽ മന്ത്രിസഭ പദ്ധതിക്ക് അംഗീകാരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE വിമാനത്താവളങ്ങൾ വിപ്ലവകരമായ മാറ്റത്തിന് തയ്യാറെടുക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതോടെ ടൂറിസം ബിസിനസ് രംഗത്തും കുതിപ്പുണ്ടാകുമെന്ന് വിലയിരുത്തൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സുസ്ഥിര ഊർജ്ജ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വിമാനത്താവളങ്ങളെ അടിമുടി സ്മാർട്ടാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളമെന്ന ഖ്യാതി ലക്ഷ്യമിടുന്ന അൽ മക്തൂം രാജ്യാന്തര വിമാനത്താവളം തന്നെയാണ് ഈ കുതിപ്പിൽ മുന്നിൽ. 5 സമാന്തര റൺവേകളും 400ഓളം ഗേറ്റുകളുമായി പ്രതിവർഷം 26 കോടി യാത്രക്കാരെ സ്വീകരിക്കാനാണ് തയ്യാറെടുക്കുന്നത്. എയർപോർട്ട് വികസന പദ്ധതിക്കായി 1.28 ലക്ഷം കോടി ദിർഹമാണ് വകയിരുത്തിയിരിക്കുന്നത്. ദുബായ്ക്ക് പുറമെ ഷാർജയും വികസന കുതിപ്പിൽ മുന്നിലാണ്. ഷാർജ വിമാനത്താവളത്തിലെ ടെർമിനൽ വിപുലീകരണ ജോലികൾ 2026 പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. റാസൽ ഖൈമയിൽ 2028ഓടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണ രൂപത്തിലാകും. UAE കൂടാതെ മറ്റ് GCC രാജ്യങ്ങളിലും എയർപോർട്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലുമായി ഏകദേശം $18,300 കോടി നിക്ഷേപമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളത്തിൽ $3,100 കോടി വികസനമാണ് നടക്കുന്നത്. ഒമാനും കുവൈറ്റും ബഹ്റിനുമെല്ലാം എയർപോർട്ടുകളുടെ വികസനത്തിൽ പിന്നിലല്ല. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകൾ നടത്തുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ ആഗോള ടൂറിസം, ബിസിനസ് മേഖലകളിൽ വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി അബുദാബി തെരഞ്ഞെടുക്കപ്പെട്ടു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കും രാത്രിയിൽ ഭയമില്ലാതെ നടക്കാൻ കഴിയുന്ന നഗരം കൂടിയാണ് അബുദാബി. വിവിധ ആഗോള സൂചികകൾ നടത്തിയ സർവേയിലാണ് അബുദാബി സുരക്ഷിത നഗരമെന്ന നേട്ടം നിലനിർത്തിയത്. ഏറ്റവും ഒടുവിൽ CEO വേൾഡ് മാഗസിൻ നടത്തിയ സർവേയിൽ 300 ആഗോള നഗരങ്ങളുടെ പട്ടികയിൽ 97.73 സ്കോറോടെയാണ് അബുദാബി മുന്നിലെത്തിയത്. തായ്പേയ്, ദോഹ എന്നീ നഗരങ്ങളാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിലുള്ളത്. നേരത്തെ നംബ്യൂ സേഫ്റ്റി ഇൻഡെക്സ് ലോകമെമ്പാടുമുള്ള 382 നഗരങ്ങൾ നടത്തിയ പഠനത്തിൽ തുടർച്ചയായി 9ാം വർഷവും അബുദാബി 1ാം സ്ഥാനത്തെത്തിയിരുന്നു. അബുദാബിയിലൂടെ പാതിരാത്രിക്കും ഒറ്റയ്ക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാം. ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസ് സേന വഹിക്കുന്ന പങ്ക് ചെറുതല്ല. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ, കുറ്റകൃത്യങ്ങൾ നേരത്തെ തടയാനുള്ള മുൻകരുതൽ നടപടികൾ, രാഷ്ട്രീയ സ്ഥിരത, കുടുംബ സൗഹൃദ അന്തരീക്ഷം തുടങ്ങിയവ അബുദാബിക്ക് നേട്ടമായി. നഗരത്തിലെ 93% താമസക്കാരും അബുദാബിയിൽ പൂർണ്ണ സുരക്ഷിതരാണെന്ന് പറയുന്നു. അതേസമയം ലോകത്തെ ഏറ്റവും സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടികയിൽ UAE 2ാം സ്ഥാനത്താണ്. അൻഡോറയാണ് 1ാമത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.